നമസ്കാരം. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു പുഴയുടെ ഒരു നീരൊഴുക്കിന് തൊട്ട് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുഴയുടെ സ്ഥലം തന്നെ റെഡ് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ സമീപത്ത് റെഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യവസായമാണ് ഈ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ്. അപ്പോൾ ഒരു റെഡ് ഏരിയയിൽ റെഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഇവിടെ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നത് ഇന്ന് പത്രമാധ്യമങ്ങളിൽ ഇന്നായിട്ട് വാർത്ത ഇവിടെ വെള്ളം കയറി എന്നുള്ളതാണ്. യാഥാർത്ഥ്യമാണ്. ഇന്നലെ ഇവിടം വരെ വെള്ളം കയറിയെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വെള്ളം കയറിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സമീപത്തുള്ള കിണറുകളിലൊക്കെ തന്നെ ഈ മാലിന്യം വഹിച്ചുകൊണ്ടുള്ള വെള്ളം സമീപത്ത് നിറഞ്ഞൊഴുകുന്ന കിണറുകളിലേക്ക് ഇത് ഡംപ് ചെയ്യും. അതേപോലെ ഇരുതുള്ളി പുഴയിലൂടെ മറ്റു പുഴകളിലേക്ക് ഈ മലിനജലം പോകും. അതൊക്കെ വഴിക്കുള്ള വിവിധ വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കിണറുകളിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ആ വെള്ളം അവിടെ എത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മലിനീകരിക്കപ്പെടുകയാണ്. പിന്നീട് ഈ വെള്ളം വലിഞ്ഞാൽ ഈ കിണറുകളൊക്കെ അശുദ്ധമാണ്. അപ്പോൾ ഈ സമീപത്തുള്ള കിണറുകളൊക്കെ തന്നെ ഈ സമീപത്തുള്ള കിണറുകൾ നിറഞ്ഞു കിടക്കുന്നതൊക്കെ തന്നെ ആ വെള്ളം വലിഞ്ഞാൽ പോലും മാലിന്യമാണ് അവിടെ ഊറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആളുകൾക്ക് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കൽ. അതുകൊണ്ട് അടിയന്തരമായി ഒന്നാമത് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ആരുടെയൊക്കെ വെള്ളമാണോ മലിനീകരിക്കപ്പെട്ടത് അടിയന്തരമായിട്ട് അവർക്ക് ടാങ്കറുകളിൽ ശുദ്ധജലം എത്തിച്ചു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. മറ്റൊരു കാര്യം, ഇന്നലെ ബഹുമാനപ്പെട്ട MLAയും അതേപോലെ UDF നേതാക്കളൊക്കെ ഇവിടെ സന്ദർശിച്ചു. കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ സെക്രട്ടറി ആളുകളൊക്കെ തന്നെ. അപ്പോൾ ഇന്നലെ പറഞ്ഞത് അടിയന്തരമായിട്ട് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയോട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് പറഞ്ഞിട്ട് ഏകദേശം 24-30 മണിക്കൂറിലധികമായി. ഇപ്പോഴും കമ്പനി വളരെ സുഗമമായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഇന്നും മാലിന്യം വന്നിരിക്കുന്നു. ഇവിടെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത്യാവശ്യം നല്ല ദുർഗന്ധമുണ്ട്. രാത്രിയിലാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ പ്രവർത്തനമൊക്കെ ഇവിടെ തുടരുകയാണ്. യാതൊരു തടസ്സവും ഇല്ലാതെ പ്രവർത്തനം തുടരുന്നുണ്ട്. ഒരു സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടില്ല. തന്നെയല്ല, ഇവിടെ UDF ഞാനൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകല്ല. UDF തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഒരാഴ്ച കൊണ്ട് പൂട്ടിക്കും, അടിയന്തരമായി പൂട്ടിക്കും, ഒരു നിമിഷം മുന്നോട്ട് പോകില്ല എന്ന് പറയുകയും, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രദേശം കണ്ടതാണ്, എനിക്കിത് ബോധ്യപ്പെട്ടതാണെന്ന് നിയമസഭയിൽ പറയുകയും ചെയ്തു. പക്ഷേ ഇതേവരെ ഇതിനൊരു പരിഹാരമല്ല. ഇപ്പോഴും ആ മലിനീകരണം തുടരുകയാണ്. ഇന്നലെ പറഞ്ഞ അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതുപോലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. എല്ലാവർക്കും കാണാം, ശബ്ദം കേൾക്കാം. ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് യാതൊരു നിലവാരവും ഇല്ല. ഇത് തുടരുകയാണ്. ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട്, 2 മാസം സംഭവിക്കാൻ പോകുന്നില്ല. തന്നെയല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അടിയന്തരമായ ഒരു ഉപസമിതിയെ നിയമിച്ചുകൊണ്ട് അവർ പരിശോധിക്കും. എന്തിനാ അതിൻ്റെ ഒരു ആവശ്യം? 2023 ഇവിടെ വന്ന് നിയമസഭ ഈ ഉദ്യോഗസ്ഥരെക്കാൾ മികച്ച നല്ല കാര്യപ്രാപ്തിയുള്ള ഇപ്പോഴത്തെ നിയമസഭയിലെ മന്ത്രിയായ PK ബഷീർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പരിശോധിച്ച് നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ നിയമസഭയിലുണ്ട്. അതെടുത്ത് വായിച്ചാൽ തന്നെ എല്ലാ വിഷയവും സുഖമായിട്ട് പഠിക്കാമല്ലോ. ജനങ്ങളുടെ തെളിവെടുത്ത കാര്യമല്ലേ. അടിയന്തരമായ നടപടിയാണ് വേണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കല്ല, ഇതൊക്കെ ആളുകളുടെ കണ്ണ് പൊടിയിടാൻ, പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം, ഇദ്ദേഹം ഒരു MLA ചൂണ്ടിക്കാട്ടി, ഇദ്ദേഹം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, മറ്റൊരു MLA ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം എൻ്റെ പുറകുന്ന് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാതിരി വേലത്തിനൊന്നും വേണ്ട, നടപടിയാണ് വേണ്ടത്. ഈ ഇത്തരത്തിലുള്ള മലിനീകരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അത് മലിനീകരണമില്ലാത്ത പുഴയുടെ തീരത്ത് നിന്ന് മാറ്റി വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം മാലിന്യങ്ങൾ സംസ്കരിക്കാൻ. തന്നെയല്ല 30 ടണ്ണ് ശേഷിയുള്ള സ്ഥലത്ത് 60, 70, 100, 200 ടണ്ണ് സംസ്കരിക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് പ്രവർത്തനാനുമതി ചോദിച്ചാൽ ഇതിൻ്റെ ഒരു വലിയ മാഫിയാണ്. അവർ മറ്റുള്ളവർക്ക് അനുവദിക്കുന്നില്ല. അപ്പോൾ ചെറിയ രൂപത്തിൽ എല്ലാ സ്ഥലത്തും 10, 15 പ്ലാന്റുകൾ സംസ്ഥാനത്ത് പല ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള മലിനീകരണ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ കുടിവെള്ളം സ്രോതസ്സുകൾ നശിപ്പിക്കാത്ത രൂപത്തിൽ തുടങ്ങിയാൽ അത് ഒരു പരിഹാരമാവും. പകരം ഒരു ജില്ലയിൽ ഒന്നാണ്, ഈ ജില്ലയിൽ ഒന്ന് മാത്രമാണ്. അത് ജില്ലയുടെയും അതേപോലെ മലപ്പുറം ജില്ലയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോലും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഭാഗത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ താങ്ങാനുള്ള ശേഷി ഈ പ്രദേശത്തിനില്ല. ഈ മാലിന്യം മൊത്തം ഇരുതുള്ളിപ്പുഴയിൽ ഒഴുകിയിട്ട് കിണറുകൾ നശിപ്പിക്കുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളവും വായുവും. അത് നിഷേധിക്കരുത്. ആ സമരത്തിന് ജനകീയമായ സമരം, അത് രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്ത ജനകീയ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. അവരുടെ കൂടെ എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകരെന്നും ഉണ്ടാവും, അവരെ സഹായിക്കും. ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന തരികിട പരിപാടികളൊന്നും ഇവിടെ വേണ്ട. നേരിട്ടുള്ള തീരുമാനമാണ് വേണ്ടത്. തന്നെ ഒരു കാര്യം കൂടെ വളരെ തമാശ തോന്നുകയാണ്. നിയമസഭയിൽ ഉപസമിതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു ഉപസമിതി ഉണ്ടാകാൻ പോകുന്നില്ല. പറഞ്ഞ് നീട്ടിയിട്ട് കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഡയറക്ടർമാർ, ഒരു മന്ത്രിയുടെ ഭാര്യ ഇതിൻ്റെ സ്ഥാപിച്ച് തുടങ്ങിയത് തൊട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡയറക്ടറാണ്. സംസ്ഥാനത്തെ മറ്റൊരു മന്ത്രി, ഇതിപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഇതിൻ്റെ ഉടമസ്ഥതയിലുണ്ടെന്നാണ് ആരോപണമുള്ളത്. അങ്ങനെ വിവിധ
മന്ത്രിമാർക്കും MLA-മാർക്കൊക്കെ പലതരത്തിൽ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇത് പൂട്ടിപ്പോകുന്നുള്ള ചിന്താഗതി എനിക്ക് തോന്നുന്നില്ല, ഇതുവരെ ആരും ഇത് കൊടുത്തിട്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട്. ഞങ്ങളും അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കലക്ടറും ഒക്കെ നേരിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് അടിയന്തരമായ നടപടിയാണ് വേണ്ടത്, വാക്കുകളെ കൊണ്ട് ഒട്ടയടിക്കാൻ സാധിക്കില്ല. ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം കിട്ടണം, നല്ല വായു ശ്വസിക്കാൻ കഴിയണം. ഇത് രണ്ടും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. കട്ടിപ്പാറ UDFൻ്റെ പഞ്ചായത്താണ്. സെക്രട്ടറിയെ കൊണ്ട് അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ കൊടുപ്പിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, അത് നടപ്പിലാവണം. അടിയന്തരമായി ഈ പ്രവർത്തനങ്ങൾ നിർത്തിക്കൊണ്ട് മലിനീകരണത്തിന് പരിഹാരമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നന്ദി, നമസ്കാരം.